ആദ്യം തന്നെ നമ്മുടെ VN എന്ന് പറഞ്ഞ ആപ്പ് എടുക്കുക. ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ ആപ്പുകളൊക്കെ കേട്ടോ. അപ്പോൾ VN ആണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ യൂട്യൂബിലെ വീഡിയോയും ഇൻസ്റ്റയിലെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ VN ആപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നേരെ നമ്മൾ VN എടുക്കുക. അപ്പോൾ VN ആണെങ്കിൽ പ്ലസ് ബട്ടൺ ഇവിടെയുണ്ട്. ആ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ പ്രോജക്റ്റ്. ഇത് സേവ് ചെയ്യണോ വേണ്ടതെന്ന് വെച്ച് അപ്പോൾ നമുക്ക് വീഡിയോ സേവ് ആയിക്കോട്ടെ. ഇടയ്ക്ക് വെച്ച് ഡിസ്കാർഡായി പോയാൽ വീണ്ടും അവിടെ കയറി എടുത്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്ലിപ്സൊക്കെ ഇല്ലേ, അത് നേരെ ഗ്യാലറിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗാലറിയിൽ നിന്ന് നമ്മുടെ ക്ലിപ്സ്, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ക്ലിപ്പ് 12 ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഈ ക്ലിപ്പ് ആഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു താമസമൊക്കെ വരും കേട്ടോ. താഴത്തെ എല്ലാ ക്ലിപ്പും ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന എല്ലാ ക്ലിപ്പും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാൻ അത് സിമ്പിളാണ് VN. അപ്പോൾ നമുക്കിതിൽ വാട്ടർമാർക്കും കാര്യങ്ങളും ഒന്നും വരില്ല. വാട്ടർമാർക്ക് വരും ഇതുണ്ട് ഏറ്റവും അവസാനം കണ്ടോ. ഈ സംഭവം ഡിലീറ്റ് ചെയ്താൽ വിട്ടാൽ മതി. നമുക്ക് വേറൊരു ആഡ് പോലും പ്ലേ ചെയ്ത് കേൾക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഇൻട്രോ വീഡിയോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇവിടെ കണ്ടോ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻട്രോ വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഉണ്ടോ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാനൊന്നും പറ്റില്ല. ഞാൻ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളേ. പിന്നെ നമുക്കിവിടെ നമുക്ക് വോയിസ് ഓവറോ മ്യൂസിക് കൊടുക്കുന്നത്. ഈ മ്യൂസിക് ഇവിടെ എക്സ്ട്രാക്റ്റ് മ്യൂസിക് കൊടുക്കാൻ പറ്റും. മ്യൂസിക് ഗാലറിയിൽ നിന്ന് യൂട്യൂബിൻ്റെ മ്യൂസിക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഉണ്ടോ യൂട്യൂബിൻ്റെ മ്യൂസിക്കാണ് കിടക്കുന്നത്. യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കൊക്കെയാണേ. പിന്നെ അല്ല യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണേ. അപ്പോൾ നമുക്കത് എവിടെ തൊട്ട് വേണമെന്ന് ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ ഓഡിയോ എന്തോരം വേണമെന്ന്, സൗണ്ട് 100 നമുക്ക് വോയിസ് നമ്മുടെ ശബ്ദം, ഓഡിയോയുടെ ശബ്ദം, റിയലായിട്ടുള്ള ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു 14% വോയിസ് മതി, പെർസെൻറ്റേജ് വോയിസ് മതി. ഫെയ്ഡിന് ഇച്ചിരി കയറ്റിയിട്ടു, ഫെയ്ഡ് ഔട്ടും തുടക്കവും എൻഡിങ്ങും ചെറിയൊരു ഹമ്മിങ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് ഉണ്ടോ മ്യൂസിക് ഇവിടെ വന്നു. നമുക്ക് ഇവിടെ തൊട്ടാൽ മ്യൂസിക് വരേണ്ട. അത് നമ്മൾ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മ്യൂസിക് ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും. ഇവിടെ ഈ ഇതുണ്ടോ സ്കെയിൽ വെച്ചേക്കുന്നിടത്ത് കൃത്യം അവിടെ വന്നു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിനി ഇതിന് വോയിസ് ഓവർ കൊടുക്കണം. വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഇവിടെ പ്ലസ് ബട്ടൺ, ഓഡിയോയുടെ അവിടെ റെക്കോർഡ്, എന്നിട്ട് നമ്മൾ മൈക്ക് വെച്ചിട്ടാണ് ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലൈവായിട്ട് ഓഡിയോ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഈ വീഡിയോ ഇങ്ങനെ തന്നെ കൊടുക്കുവാണ്. നമുക്കിനി ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അതുണ്ടോ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തത് ഇവിടെ നിന്ന് ഡിലീറ്റ് പോയി. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. എഫക്ട്സ് കണ്ടോ ബേസൊക്കെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ആ പ്ലസ് ബട്ടണിൽ ചെറിയൊരു വ്യത്യാസം വരും. നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ അവിടെ ജസ്റ്റ് വരുമ്പോൾ ചെറിയൊരു ഫെയ്ഡിൻ ഇങ്ങനെ വന്നിട്ട് അടുത്ത ക്ലിപ്പിലേക്ക് കയറി വരുന്നത്. ഈ എഫക്ട്സ് ഒക്കെ കൊടുക്കാം, ഫിൽറ്റർ ചെയ്യാം. ഫിൽറ്റർ എല്ലാം നമുക്ക് ഒരെണ്ണത്തിൽ ഒറ്റ തവണ ഫിൽറ്റർ ചെയ്താൽ മതി. നമുക്ക് ഒരു നല്ലൊരു അത്യാവശ്യമാണ് ഫിൽറ്റർ ഇട്ട് കൊടുത്തു. ഇത് ഒരു ടിക്ക് ഇട്ടാൽ, ഈ ഒരു സൈഡിൽ കാണുന്ന ടിക്ക് ഇട്ടാൽ ഈ ആദ്യത്തെ ക്ലിപ്പിൽ അപ്ലൈ ടു ഓൾ കൊടുത്താൽ എല്ലാത്തിലും ആ ഫിൽറ്റർ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഓഡിയോ, നമ്മുടെ വീഡിയോയുടെ ഓഡിയോ കൂട്ടാനും കുറയ്ക്കാനുമാണ് ഇത്. ഇപ്പോൾ വീഡിയോയുടെ ഓഡിയോ കൂട്ടി നമ്മുടെ മ്യൂസിക്കിൻ്റെ ഓഡിയോ കുറച്ചും ആണ് ഞാനിവിടെ അപ്ലൈ ടു ഓൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ മ്യൂസിക് മുന്നോട്ട് തന്നാൽ ഞാൻ പറയുന്നതൊന്നും തന്നെ നിങ്ങൾക്ക് കേൾക്കത്തില്ലല്ലോ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതുപോലത്തെ ചെറിയൊരു ആപ്പാണ് VN. പക്ഷേ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഷോർട്സ് ആയാലും വളരെ എളുപ്പത്തിൽ തന്നെ
ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് യൂട്യൂബിൻ്റെ 16:9 എന്ന റേഷ്യോയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ഷോർട്സൊക്കെ ആണെങ്കിൽ 9:16 എന്ന റേഷ്യോയിൽ ഇത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് യൂട്യൂബിലേക്കാണ് 16:9 എന്ന റേഷ്യോയിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റേഷ്യോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്താൽ മാത്രം മതി. എല്ലാത്തിൻ്റെയും റേഷ്യോ ഉണ്ട്. പല പല ഷോർട്സ് പിന്നെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. രണ്ടും അത് പല രീതിയിലുള്ള എഡിറ്റിങ് ആണ് VN നമുക്ക് തരുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ VNനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇത് പ്ലസ് ടെക്സ്റ്റ്. ഞാൻ പോയ സ്ഥലം അതുണ്ടോ, ഒരുപാട് ടെക്സ്റ്റ് എഫക്റ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോണ്ടുകൾ ധാരാളം ഉണ്ട് കേട്ടോ. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. പല രീതിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ടെക്സ്റ്റാണ്. ഇതിൽ നമ്മളിപ്പോൾ എഴുതി കൊടുക്കുന്നത്, ഇത് സ്ഥലം രാമൽക്കമ്മേടാണ് ഞാൻ പോയത്. അപ്പോൾ ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക, രാമക്കൽ മേട്. ഒന്ന് ചെറുതാക്കുക. ഫോണ്ട് നമുക്ക് ഇച്ചിരി ലെങ്തി സ്പേസ് ആയതുകൊണ്ട്, സ്ഥലപ്പേര് രാമൽക്കമേട് ആയതുകൊണ്ട് മൊത്തത്തിൽ വന്നിട്ടില്ല കണ്ടോ, ME വരുള്ളൂ. അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം. ഫോണ്ട് പറ്റില്ല ഇതിന്. അപ്പോൾ രാമക്കൽ മേട് നേരെ ടെക്സ്റ്റ് ചെയ്തിട്ട് കണ്ടോ, രാമൽക്കമേട്. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസും ഫോണ്ടും നമുക്ക് മാറ്റി കൊടുക്കാം. ഫോണ്ട് അത്യാവശ്യം ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതൊക്കെയാണ്. എന്നിട്ട് നമ്മളതിൻ്റെ കളർ ഗ്രേഡും കൂടി ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. ഫീഡ് ഔട്ട്. അഡീഷണൽ ഫോട്ടോസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ, സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ഒരുപാട് തന്നെ സ്റ്റിക്കർ ഇവരുടെ തന്നെ കിടപ്പുണ്ടോ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുള്ളതുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ PNG ഫയലായിട്ട് സേവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യാം. PNG ഫയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് എങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടാറില്ലേ, ഇതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നേരെ ഇവിടെ ലാസ്റ്റ് ഓപ്ഷനിൽ ക്രോമ വെച്ചാൽ ടിക്ക് ചെയ്യാൻ കണ്ടോ, ഒരു സൈഡിലേക്കൊക്കെ വെച്ച് ഇച്ചിരി മനോഹരമായി വീഡിയോ എഡിറ്റ് ചെയ്ത്, ശരിക്കും ഒരു മനോഹരമായ സ്ഥലം കേട്ടോ. ഞാൻ രാമക്കമ്മയുടെ ഇപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അത് കാണിച്ചത്. പിന്നെയുണ്ട് ഇതിൽ നമുക്ക് വേറൊരു രീതി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുക, അപ്പോൾ ഈ സ്ഥലം അപ്പോൾ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു ഇതിൽ ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഫില്ല് കൊടുക്കുക. ഫില്ല് കൊടുക്കുമ്പോൾ ആ സ്ഥലങ്ങളെ പറ്റി വീഡിയോ എടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഓഡിയോ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നുണ്ടോ, എക്സ്ട്രാക്റ്റ് ഓഡിയോ. ഈ സംഭവം ഇത് കൊടുത്തിട്ട് നമ്മുടെ ഓഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആണെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത ഓഡിയോ സെലക്ട് ചെയ്ത് ഫയൽ ചൂസ് ചെയ്തിട്ട് സൗണ്ട് ഇതിലേക്ക് കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ നിലവിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ലൈവായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. മറ്റൊരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാണിക്കുവാണെങ്കിൽ ഞാനൊരു ഷോർട്സൊക്കെ ആയിട്ട് ഇട്ട് കാണിച്ചു തരാം. ഇത് സിമ്പിളൊരു ആപ്പാണ് VN എന്ന് പറയുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വളരെ സിമ്പിളായിട്ട് കൊടുക്കാവുന്ന ഒരു ആപ്പാണ് VN. ജസ്റ്റ് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരും കൂടി സാധാരണ എഴുതുന്ന ഫോണ്ട് ഇതാണ്. ചാനലിൻ്റെ പേരും കൂടി ജസ്റ്റ് ഒന്ന് കൊടുത്ത് വിഷ്ണുപ്രസാദ് വ്ലോഗർ ജസ്റ്റ് സൈഡിൽ ചെറുതാക്കി വെച്ചിട്ട്
നമുക്ക് വേണേൽ സ്റ്റൈൽ വേണ്ടി മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു സ്റ്റൈൽ എടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കുഴപ്പമില്ല അല്ലേ? ജസ്റ്റ് ഒരു കളർ അത് പറ്റില്ല. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്ന് കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഇവിടെ കിടക്കുന്നുണ്ടോ, നമ്മൾ നേരത്തെ എടുത്ത അതേ രീതി ഇവിടുന്ന് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കുഴപ്പമില്ല. ഇത് ഓക്കെ ആണെങ്കിൽ ടിക്ക് ചെയ്യാം. ജസ്റ്റ് ഇച്ചിരി ബ്ലർ കപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. വലിയ മോശമില്ലാത്ത രീതിയിൽ വാട്ടർ മാർക്ക് വന്നേക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെ വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ ഡബിൾ ടാപ്പ് വരും. അപ്പോൾ അത് എൻഡിൽ വരെ ഈ വാട്ടർ മാർക്ക് ഉണ്ടാവും, നമ്മുടെ വീഡിയോ ചാനലിൻ്റെ പേര് ഉണ്ടോ. അപ്പോൾ ഇതെനിക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിളൊരു ആപ്പാണ് കേട്ടോ VN. നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആപ്പാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കമ്മിങ് സൂൺ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ ബൈ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും കമൻറ്റ് അഭിപ്രായ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ.